ഹായ് ഓൾ MBBS BDS കോഴ്സസോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കോഴ്സാണ് അഗ്രികൾച്ചർ സയൻസസ് എന്ന് പറയുന്നത്. സോ അഗ്രികൾച്ചർ സയൻസസിലുള്ള ആ കോഴ്സുകളിലേക്ക് എങ്ങനെ പ്രവേശനം നേടാം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കേരളത്തിലാണ് നിങ്ങൾ അഗ്രികൾച്ചർ കോഴ്സസ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം ആണ് എഴുതേണ്ടത്. 85% സ്റ്റേറ്റ് കോട്ട വഴി നിങ്ങൾക്ക് കേരളത്തിൽ നീറ്റ് എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജുകളിലേക്ക് BSc അഗ്രികൾച്ചർ ഹോണേഴ്സ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അഗ്രികൾച്ചറിൽ ഹോണേഴ്സ് ഡിഗ്രി അല്ല, BTech ഇൻ ബയോടെക്നോളജി നിങ്ങൾക്ക് കേരളത്തിലെ നീറ്റ് എക്സാം വഴി അവൈലബിൾ ആണ്. അത് സ്റ്റേറ്റ് കോട്ട വഴിയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അഗ്രികൾച്ചർ സയൻസിൽ വളരെ പ്രധാനപ്പെട്ട മറ്റു കോഴ്സുകളായി ഫോർ എക്സാമ്പിൾ BSc അഗ്രികൾച്ചർ ഇൻ ഹോണേഴ്സ് ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, ഫിഷറി സയൻസസ് ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, സിമിലർലി BTech ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അതേപോലെ തന്നെ ബയോടെക്നോളജിക്കൽ എഞ്ചിനീയേഴ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ള കോളേജസിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ IIRI ന്യൂഡൽഹി, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ, നമ്മുടെ ബനാറസിലുള്ള BHന്റെ യൂണിവേഴ്സിറ്റിയിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ്, സിമിലർലി തമിഴ്നാട്ടിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പരീക്ഷ CUET ആണ്. നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നിങ്ങൾ അവിടെ നോക്കുക. +2 പോർഷൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് CUETക്ക് എഴുതാൻ ഉണ്ടായിരിക്കുന്നത്. അതും ഒരു എൻട്രൻസ് എക്സാം ആണ്. അപ്പൊ നിങ്ങൾ അതേപോലെ തന്നെ CETയുടെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് തൃശ്ശൂർ, അതായത് നമ്മുടെ കേരളത്തിലുള്ള കോളേജസിലേക്ക് ഐക്കർ കോട്ട വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ CUETയുടെ റിസൾട്ട് വഴിയും അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഫൈനലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഗ്രികൾച്ചർ സയൻസസിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം വഴിയും അതേപോലെ സെൻട്രൽ ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് CUET എക്സാം വഴിയുമാണ് പോകേണ്ടത്. CUET എക്സാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ CUET.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ നോക്കണം. അവിടെയാണ് നമ്മുടെ ലോഗിൻ ഇൻഫർമേഷൻ, പ്രോസ്പെക്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഓൾ ദി വെരി ബെസ്റ്റ്.